ഹായ്. അപ്പോൾ തമ്നെയിലിൽ കണ്ടതുപോലെ നമുക്കൊരു എളുപ്പമായിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കി കണ്ടാലോ? അപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്ന തോരൻ പരിപ്പ് എന്നാണ്. അത് 2-3 വെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ട് ഞാൻ നേരെ കുക്കറിലാണ് ഇട്ടത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം, ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ട സാധനങ്ങളാണ് ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ അമരയ്ക്ക, ചെറിയ ഉള്ളി, വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഗ്യാസൊക്കെ കയറുന്നവർക്ക് അത് കുറച്ച് അതിൻ്റെ ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകമൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് 2-3 വിസിൽ കേൾപ്പിച്ചെടുക്കുക. ചിലർ കുക്കറിൽ വേവിക്കത്തില്ല, അല്ലാത്ത മൺകലത്തിലോ സാധാ കലത്തിലോ എന്തെങ്കിലുമൊക്കെയാണ് വേവിക്കുന്നത്. നമ്മൾ കുക്കറിലാണ് പെട്ടെന്ന് എളുപ്പത്തിന് വേവിക്കാൻ വേണ്ടി. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിനെല്ലാം ഇട്ടിട്ട് നമ്മൾ അടച്ചു വെച്ച് 2 വിസിലടിപ്പിക്കണം. 2 അല്ലെങ്കിൽ 3 വിസിൽ, 2-3 വിസിൽ കേട്ടാലും മതി. ഒന്ന് വെന്ത് അധികം വെന്തും പോവരുത്, അല്ലാതെ നമുക്കെന്താണ് അമരയ്ക്ക കടിക്കാൻ കിട്ടുന്ന ആ രീതിക്ക്, അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 വിസിൽ കേട്ടിട്ട് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇടുന്നതാണ് പടവലം, ക്യാരറ്റ്, വെള്ളരിക്ക, അതുപോലെ തന്നെ മത്തനൊക്കെ ഇട്ട് കേട്ടോ. മത്തൻ എല്ലാം ഇടാം, എല്ലാം ഇട്ടിട്ട് കത്തിരിക്കയൊക്കെ ഇട്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടച്ചതിന് ശേഷം കണ്ടോ അമരക്കയൊക്കെ അതുപോലെ നിൽക്കുന്ന കണ്ടോ. എന്നിട്ട് ഈ നമ്മൾ സെക്കൻഡ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും എടുത്ത് ഇടണം. ഇട്ട് കുറച്ചൊന്ന് ഇളക്കിയിട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ച്, പുളിവെള്ളം നമ്മൾ ഒരു പിടി എടുത്താൽ മതി. പുളി കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് അലിയിച്ച് അതൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്. ഇപ്പോൾ ഇതിലൂടെ ഞാൻ കട്ടക്കായ ഇട്ട കേട്ടോ. LGയുടെ നല്ല കട്ടക്കായുണ്ട്, നല്ല മണമാണ് LGയുടെ കായത്തിന്. അപ്പം കട്ടക്കായൊക്കെ ഇട്ട് അടച്ചു വെച്ച് ഇത് 2 വിസിൽ ഞാൻ കേൾപ്പിച്ചു. 2 വിസിൽ കേട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളിയും വെണ്ടയ്ക്കും, പിന്നെ ലാസ്റ്റ് തക്കാളിയും വെണ്ടയ്ക്കും ഇടുള്ളൂ. അത് ഞാൻ വിസിലേക്ക് വയ്ക്കത്തില്ല, തുറന്ന് വേവിപ്പിക്കും. ഈ തക്കാളിയും വെണ്ടയ്ക്കയും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൗഡർ. ഞാൻ ഈസ്റ്റിൻ്റെ തനി നാടൻ സാമ്പാർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വറുക്കാനുള്ള സാധനങ്ങളാണ് കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് ഞാൻ വറുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇച്ചിരി മൂത്തൊക്കെ വരുമ്പോഴത്തേക്ക് പൊടികളെല്ലാം ചേർത്ത് നമ്മൾ സാമ്പാറിലോട്ട് ഇട്ടാൽ മതി കേട്ടോ. ചിലർ ഇത് മൂപ്പിക്കത്തില്ല, സാധാ അല്ലാതെ അങ്ങിടും. ഞാൻ മൂപ്പിച്ചാണ് ഇടുന്നത്. അത് ടേസ്റ്റിൽ വേറെ വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റൊക്കെ ഇടണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് ബെല്ലൈക്കൺ ഓളും കൂടി കൊടുത്തേക്കണം. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസും കാണാം. ഓക്കെ, ടാറ്റാ.